കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ വയറുവേദനയുമായി എത്തിയ വീട്ടമ്മയ്ക്ക് സ്കാനിംഗ് തീയതി നൽകിയത് 3 മാസത്തിന് ശേഷം. സ്കാനിംഗ് സെന്ററിൽ നിന്ന് ജൂൺ 23 എന്ന തീയതിയാണ് എഴുതി നൽകിയത്. നിലവിൽ സ്കാനിങ്ങിന് സ്ലോട്ടില്ലെന്ന് നേരത്തെ ബുക്ക് ചെയ്തവർക്കാണ് ഇപ്പോൾ അവസരം എന്നുമാണ് ആശുപത്രി അറിയിക്കുന്നത്. അരുൺ പൂപ്പറമ്പ് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന്. അരുൺ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഇന്നലെയാണ് കാസർഗോഡ് ചീമേനി സ്വദേശിയായിട്ടുള്ള ഷാൻഡി റെജികുമാറും അതോടൊപ്പം തന്നെ ഭർത്താവും. ഈ ഷാൻഡി റെജികുമാറിന് അടിവയറ്റിൽ വയറുവേദനയെ തുടർന്ന് അസഹനീയമായ വയറുവേദനയെ തുടർന്നാണ് പരിയാരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് എത്തിയത്. ഭർത്താവിനൊപ്പമാണ്, റെജികുമാറിനൊപ്പമാണ് ആശുപത്രിയിൽ എത്തിയത്. അങ്ങനെ ഡോക്ടറെ ആദ്യം കാണിക്കുന്നു. അതിനുശേഷം ഡോക്ടർ തന്നെയാണ് ഇത് സ്കാൻ ചെയ്യണം എന്ന് എഴുതി നൽകിയത്. സ്കാൻ ചെയ്യുന്നതിന് വേണ്ടി മെഡിക്കൽ കോളേജിലെ തന്നെ സ്കാനിങ് സെൻറ്ററിലേക്ക് ഇവർ പോകുന്നു. അപ്പോൾ അവിടുന്ന് ലഭിച്ച മറുപടിയാണ് ഇപ്പോൾ സ്കാനിങ് ചെയ്യാൻ പറ്റില്ല. അതായത് നേരത്തെ ബുക്ക് ചെയ്തവർക്കാണ് ഇപ്പോൾ സ്കാനിങ് പരിശോധന നൽകുന്നത്. ഇപ്പോൾ ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് സ്കാൻ ചെയ്യാൻ പറ്റുക ജൂൺ 23-നാണ് സ്കാൻ ചെയ്യാൻ പറ്റുക. ഇപ്പോൾ നിലവിൽ സ്ലോട്ട് ഒഴിവില്ല എന്ന മറുപടിയാണ് അവർക്ക് ലഭിച്ചത്. അതുമാത്രമല്ല, ഇവരുടെ പേരും അതോടൊപ്പം തന്നെ ഈ തീയതിയും സ്കാനിങ് സെൻറ്ററിലെ രജിസ്റ്ററിൽ എഴുതുകയും ഇവർക്ക് ഡോക്ടർ നൽകിയ കുറിപ്പിൽ ഈ തീയതി എഴുതി നൽകുകയും ചെയ്തു. അങ്ങനെ ഇനിയിപ്പോൾ പെട്ടെന്ന് സ്കാനിങ് നടത്തണമെങ്കിൽ, പരിശോധന നടത്തണമെങ്കിൽ നിങ്ങൾക്ക് ഈ സ്വകാര്യ കേന്ദ്രങ്ങളെ ആശ്രയിക്കാം എന്ന മറുപടിയാണ് ആശുപത്രിയിൽ നിന്ന് നൽകിയത്. എന്തായാലും ഇതിൽ പരാതിയുമായി മുന്നോട്ട് പോകാനാണ് ഈ വീട്ടമ്മയും അതോടൊപ്പം തന്നെ അവരുടെ കുടുംബം ഉൾപ്പെടെ തീരുമാനിച്ചിട്ടുള്ളത്. പെട്ടെന്ന് ആവശ്യമുള്ള അല്ലെങ്കിൽ പരിശോധന നടത്തേണ്ടതിനാണ് 3 മാസത്തിന് ശേഷം സ്കാനിംഗ് നടത്താമെന്ന മറുപടി ആശുപത്രിയിൽ നിന്ന് നൽകിയത്. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. ആശുപത്രിയുടെ പ്രതികരണം കൂടി വരുന്നുണ്ട്, അതിലേക്ക്. അടിവയറ്റിൽ വേദനയായി പോയ ഒരു രോഗിക്ക് 88 ദിവസം കഴിഞ്ഞിട്ടുള്ള സ്കാനിങ്ങിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആണോ ട്രീറ്റ്മെന്റ് നടത്തേണ്ടത്? ഈ ഇത്രയും വലിയ അറിയപ്പെടുന്ന ഒരു മെഡിക്കൽ കോളേജ് ആയിട്ട് കൂടി ഈ മെഡിക്കൽ കോളേജിൽ അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ലേ? ഒരു സാധാരണ നോർമൽ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് എന്നുണ്ടെങ്കിൽ അവിടെ അന്നന്ന് നടക്കേണ്ട സ്കാനിങ് അന്ന് തന്നെ നടക്കില്ലേ? ഈ പരിയാരം മെഡിക്കൽ കോളേജിൽ എന്തുകൊണ്ട് അത് നടക്കുന്നില്ല? ഒരു രോഗിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 88 ദിവസം കാത്തിരിക്കേണ്ട അവസ്ഥ എന്തുകൊണ്ട് വരുന്നു? ആ കുടുംബത്തിന്റെ പ്രതികരണമാണ് കണ്ടത്. ആശുപത്രിയോടാണ് അവരുടെ ചോദ്യങ്ങൾ.